പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി. ഹൃദയ വീണ മീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി. ഹൃദയ വീണ മീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പോയ കാലങ്ങളിൽ ദൈവം നൽകിയ നന്മകൾക്കു നന്ദിയേകിടാം. അവിടുത്തെ പാതയിൽ നീങ്ങാതെ വന്നതാം വീഴ്ചകൾക്കു മാപ്പിറങ്ങിടാം. 5 പതിറ്റാണ്ടുകൾക്കു മുമ്പുണർന്നതാം വചനദീപനാള ശോഭ പുൽകി. പുത്തനാം കരുത്തു നേടിയെത്ര സോദര കർത്താവിനു സ്നേഹ സാക്ഷ്യമേകി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. ശക്തമാം നവീകരണത്തിന്റെ പാത തന്നിൽ ഉൾക്കരുത്തു നേടി നീങ്ങുവാൻ. തിരുവചനത്തിൻ പൊരുൾ പങ്കുവെച്ചു നൽകുവാൻ ദൈവം തെരഞ്ഞെടുത്തവർ. നമ്മെ നയിച്ചിടുവാൻ കൈപിടിച്ചവർ. മുൻപേ നടന്നകന്നു പോയവർ. ഏവരെയും യേശുവിൻ തൃക്കരങ്ങളിൽ സ്നേഹമോടെ സമർപ്പിച്ചിടാം. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് എന്നെ ഓർമ്മപ്പെടുത്തിയ ഭാഗം ഇതാണ്. 2 തിമോത്തി 1-ാം അധ്യായം. പൗലോസ് ശ്ലീഹായുടെ ലേഖനം, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളാണ്. നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നത്, പൗലോസ് ശ്ലീഹായുടെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിക്കുന്നു. നമുക്ക് ആത്മാ അഭിഷേകത്തിലൂടെ ലഭിച്ച വരം ഉത്തരോത്തരം ഉജ്ജ്വലിപ്പിക്കണമെന്നാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ശ്രമിക്കണ്ടേ? വേണ്ടേ? തീർച്ചയായിട്ടും. തുടർന്ന് പറയുന്നു, എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. അപ്പോസ്തലൻ തുടർന്ന് പറയുന്നു, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ
നീ ലജ്ജിക്കരുത്. നമ്മുടെ കത്തോലിക്ക സഭയിലെ കൊച്ചു വിശുദ്ധൻ പാപ്പ വലിയ സ്നേഹത്തോടുകൂടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ റേസ്, ജോസ് ഷാർട്സ് റേസ്, ആ കൊച്ചു വിശുദ്ധൻ 14 വയസ്സിൽ രക്തസാക്ഷിത്വം വരിച്ചവനാ. 14 വയസ്സിൽ തമ്പുരാന് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിച്ചവനാ. ആ കൊച്ചു വിശുദ്ധൻ, ആ കൊച്ചു രക്തസാക്ഷി തന്നെ കുർബാനയ്ക്ക് കൂടാൻ പഠിപ്പിച്ച പ്രായം ചെന്ന വൈദികൻ രക്തസാക്ഷിത്വം വരിക്കുന്നത് കണ്ട് ആ മാതൃകയിൽ നിന്നും ജ്വലിച്ചുകൊണ്ടാണ് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. അവനെ കുർബാനയ്ക്ക് കൂടാൻ പഠിപ്പിച്ച പ്രായം ചെന്ന വൈദികൻ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മതമർദ്ദകര് ആ വൈദികനെ കൊല ചെയ്യാനായിട്ട് വരുന്നത് കണ്ട് അവൻ ഓടിച്ചെന്ന് വൈദികനോട് പറഞ്ഞു, അച്ഛാ, പ്ലീസ് ഹൈഡ് യുവർ സെൽഫ്, അതർവൈസ് യു വിൽ ബി മർഡേഡ്. ഒളിച്ചു ഓടുക, എൻ്റെ വീട്ടിലേക്ക് പോരെ, എൻ്റെ വീട്ടിൽ അച്ഛനെ ഒളിച്ചിരിക്കാം, ഇല്ലെങ്കിൽ അച്ഛൻ കൊല ചെയ്യപ്പെടും. അപ്പം കൊച്ചുമകനോട് ആ വൈദികൻ പറഞ്ഞു ഇങ്ങനെയാ, if I don't stand what I believe, then what am I? ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് എന്തർത്ഥമാണുള്ളത്? If I don't stand what I believe, then what am I? ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നില്ല എങ്കിൽ എൻ്റെ പൗരോഹിത്യം കൊണ്ട്, എൻ്റെ ആത്മീയ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ആ കൊച്ചൻ കുറച്ചു നേരം കൂടെ അച്ഛനെ നിർബന്ധിച്ചു നോക്കി. അച്ഛൻ പറഞ്ഞു, യു ഗോ, നീ പോകൂ, നീ നിന്നെ തന്നെ രക്ഷപ്പെടുത്തിക്കോ, ഞാൻ എൻ്റെ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നു. അവൻ ആ ദേവാലയത്തിൻ്റെ ഒരു വാതിലിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന് ആ വൈദികൻ കൊല ചെയ്യപ്പെടുന്നത് കണ്ടു. അതിൽ നിന്ന് ശക്തി സ്വീകരിച്ചു. അവൻ അന്ന് തീരുമാനമെടുത്തു, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി, ഞാൻ വിശ്വസിക്കുന്ന മൂല്യത്തിന് വേണ്ടി എൻ്റെ ജീവിതം ത്യജിക്കേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാകും. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാ അവനെയും മതമർദ്ദകര് പിടിച്ചു. അവൻ്റെ അമ്മാവനായിരുന്നു അവിടുത്തെ മേയർ. ആ മേയർ അവനോട് പറഞ്ഞു, നീ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നില്ല എങ്കിൽ ആ വൈദികന് സംഭവിച്ചത് നിനക്കും സംഭവിക്കും. പ്ലീസ് ആവർത്തിച്ച് അവനോട് ആവശ്യപ്പെട്ടു. അവൻ തയ്യാറായില്ല. അവൻ്റെ കാലുകൾക്ക് മുറിവുണ്ടാക്കി, അവൻ്റെ കൈകളിൽ കത്തികൊണ്ട് മുറിവുണ്ടാക്കി. ആ വേദന കൊണ്ട് പിടയുമ്പോഴെങ്കിലും അവൻ ക്രിസ്തുവിനെ തള്ളിപ്പറയുമെന്ന് കരുതി. പക്ഷെ അവൻ തള്ളിപ്പറഞ്ഞില്ല. അവൻ തള്ളിപ്പറയാൻ തയ്യാറായില്ല. അവനെ കൊല ചെയ്യാനായിട്ട് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരാച്ചാര്യര് അവനെ വെടിവെച്ച് കൊല്ലാനായിട്ട് തോക്കുമായിട്ട് നിൽക്കുന്നു. അവൻ്റെ അങ്കിള് വീണ്ടും അവൻ്റെ അടുത്ത് വന്ന് അവനോട് ആവർത്തിച്ച് പറഞ്ഞു, മകനെ, നിന്റെ മാതാപിതാക്കളെ ഓർത്ത്
നിന്റെ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്ലീസ് ഡിനൈ ജീസസ്. യേശുവിനെ നീ ഒന്ന് തള്ളിപ്പറ. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം. ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി. അവൻ്റെ മാതാപിതാക്കള്, അപ്പച്ചനും അമ്മച്ചിയും ഈ ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യം കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവൻ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഐ ലവ് യു മമ്മ, ഐ ലവ് യു പപ്പ, ഐ ലവ് യു മമ്മ, ഐ ലവ് യു പപ്പ. അപ്പച്ച, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പച്ച, അമ്മച്ചി, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. എന്നിട്ട് അവൻ വീണ്ടും തിരിച്ചു വന്നിട്ട് അവരെല്ലാവരും കരുതി ഈശോയെ തള്ളിപ്പറയുമെന്ന്. സംഭവിച്ച ഇങ്ങനെയായിരുന്നു. അവൻ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഈശോ എൻ്റെ രാജാവാണ്, എൻ്റെ ഈശോ എൻ്റെ രക്ഷകനാണ്, എൻ്റെ നാഥനാണ്. അത് പറയലും വെടിയൊച്ച കേൾക്കലും ഒരുമിച്ചായിരുന്നു. അന്നു മുതലാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാള് ഇത്രയും ആഘോഷമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. എൻ്റെ ക്രിസ്തു, എൻ്റെ ഈശോ എൻ്റെ രക്ഷകനാണ്. Are you ready to witness Jesus? Are you ready to witness Jesus and his values? ഈ സംഗമം കഴിഞ്ഞ് നമ്മളൊക്കെ ഇറങ്ങി നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കും. അവിടെ നമുക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ, ഈശോയുടെ മൂല്യങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനുള്ള ആത്മാർത്ഥത പ്രകടമാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, നാം ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ നീ ലജ്ജിക്കാനായിട്ട് ഇടവരരുത്. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയുന്ന സന്ദേശം ഇന്ന് നമ്മോടും പറയുകയാണ്. യേശുവിനെ പ്രതി, യേശുവിൻ്റെ മൂല്യങ്ങളെ പ്രതി സഹിക്കാനുള്ള മനസ്സ്, യേശുവിൻ്റെ മൂല്യങ്ങളെ പ്രതി മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള മനസ്സ്, യേശുവിൻ്റെ മൂല്യങ്ങളെ പ്രതി സഹാനുഭൂതിയോടുകൂടെ പ്രവർത്തിക്കാനുള്ള മനസ്സ്, ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ള ഔദാര്യം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ആവർത്തിച്ച് വായിക്കുന്ന ഒരു സന്ദേശമുണ്ട്. നമുക്കറിയാം, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ നാം ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവി ജ്വലിക്കുന്നവരായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുക. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവി ജ്വലിക്കുന്നവരായിട്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുക. നാം ഇവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മോട് പറയുന്ന വിധം തന്നെയാണ്, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവി ജ്വലിക്കുന്നവരായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. നമുക്കും തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവി ജ്വലിക്കുന്നവരായിട്ട് കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ പരിശ്രമിക്കാം. 3 സവിശേഷതകൾ മനസ്സിൽ ഉൾക്കൊള്ളുക. 1, ഹൃദയത്തെ തുളുമ്പുന്ന ദൈവസ്നേഹം. 2, കണ്ണുകളിൽ ആർദ്രത. 3, സേവനം ചെയ്യാനുള്ള നല്ല മനസ്സ്. തീർച്ചയായിട്ടും നമുക്ക് ഈ സംഗമം അനുഗ്രഹപ്രദമായി തീരട്ടെ. അത് തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ 3 സവിശേഷതകളും പ്രകടമാക്കാൻ കഴിയണം. ഹൃദയത്തിൽ തുളുമ്പുന്ന ദൈവസ്നേഹവും കണ്ണുകളിൽ ആർദ്രതയും അതോടൊപ്പം തന്നെ സേവനം ചെയ്യാനുള്ള മനസ്സും. ഈ 3 സവിശേഷതകളുമായിട്ട് നമുക്ക് ഇറങ്ങിത്തിരിക്കാം. നമ്മുടെ ജീവിത മേഖലകളിൽ ക്രിസ്തുവിന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്
സാക്ഷ്യം വഹിക്കാൻ, ലജ്ജിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് തമ്പുരാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട റോയ് പാലാട്ടി അച്ഛൻ എഴുതിയ പുസ്തകത്തിലെ 3 സെൻറ്റൻസുകൾ ഓർക്കുകയാണ്. മറ്റുള്ളവരോട് പൊറുത്തതിൻ്റെ അടിപ്പാടുകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടോ? മറ്റുള്ളവരോട് കരുണ കാണിച്ചതിൻ്റെ മുൾമുടി നിങ്ങളുടെ ശിരസിലുണ്ടോ? അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ കുരിശ് നിങ്ങളുടെ തോളിലുണ്ടോ? 3 കാര്യങ്ങളാണ് റോയ് പാലാട്ടി അച്ഛൻ്റെ പുസ്തകത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, കരിസ്മാറ്റിക് നവീകരണം 1967 ആരംഭിച്ച് അതിൻ്റെ 50 വർഷം നമ്മളത് ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ചോദ്യം, ഞാനും നിങ്ങളുമൊക്കെ ഈ കരിസ്മാറ്റിക്കായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രസംഗിക്കാൻ, അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ, ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എളുപ്പമായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, നമ്മൾ ഈ 4 ദിവസമായിട്ട് കേൾക്കുന്നത് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാനാണ്. പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവ മനുഷ്യരുടെ സാന്നിധ്യം. ജനം അവരുടെ അസ്വസ്ഥതകളിൽ, അവരുടെ ഭാരങ്ങളിൽ, അവരുടെ വിഷമങ്ങളിലെല്ലാം ദൈവ മനുഷ്യരുടെ അടുക്കൽ ചെല്ലുന്നത് നമുക്ക് പഴയ നിയമ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ഇന്ന് ഈ ലോകത്തിൽ ദൈവ മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് വിളി ലഭിച്ചവരാണ് കരിസ്മാറ്റിക്കുകാർ. നമ്മുടെ ജീവിതം കൊണ്ട്, അത് സഹനത്തിൻ്റേതാണെങ്കിലും സന്തോഷത്തിൻ്റേതാണെങ്കിലും, അത് ദുഃഖത്തിൻ്റേതാണെങ്കിലും വേദനകളുടേതാണെങ്കിലും, അത് ദാരിദ്ര്യത്തിൻ്റേതാണെങ്കിലും സമ്പത്തിൻ്റേതാണെങ്കിലും, അവിടെയെല്ലാം ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ, നമ്മളെ കാണുന്നവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മളോടൊന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, ഈ വരും വർഷങ്ങളിൽ എൻ്റെ ജീവിതം രമ്യതയുടെ വർഷമായിരിക്കും, മറ്റുള്ളവരോട് കരുണ കാണിച്ച ഒരു ജീവിതമായിരിക്കും നമുക്കുള്ളത് എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് 10 വർഷം കൂടി ആകുമ്പോൾ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സുവർണ ജൂബിലിക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റണം, നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചവരാണ് എന്ന്. ആയിരത്തി 1978 കരിസ്മാറ്റിക് ധ്യാനം കൂടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. അതിനു മുൻപ് കരിസ്മാറ്റിക്കാർ ചെറുതായിട്ട് കാപ്പി കൊടുക്കാനോ ചായ കൊടുക്കാനായിട്ടും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ പോയിട്ടുണ്ട്. ഏതായാലും ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ 1971 എൻ്റെ ഓർഡിനേഷൻ പുത്തൻ കുർബാന. 7 വർഷം വളരെ ശക്തമായ രീതിയിൽ ധ്യാനപ്രസംഗങ്ങളൊക്കെ നടത്താനായിട്ട്, ബിബ്ലിക്കലായിട്ട് ഡയറക്ടർ റിട്രീറ്റൊക്കെ കൊടുക്കാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായിരുന്നു. പക്ഷേ 1978 ഈ ധ്യാനത്തിലേക്ക് വന്നപ്പോൾ കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ വളരെയധികം മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനും സാധിക്കുമെന്ന് എനിക്ക് ബോധ്യമായി. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ പൗരോഹിത്യ ജീവിതം പുഷ്പിച്ച് വളർന്ന് പന്തലിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ അതുവരെയും വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വ്യാപകമായിട്ട് പ്രവർത്തിക്കാൻ കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രചോദനം ലഭിച്ചത് ഈ ധ്യാനത്തിലൂടെയാണ്. ഈശോയുടെ ആ കമ്മീഷനിങ് ഉണ്ടല്ലോ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. അത് എൻ്റെ ജീവിതത്തിൽ ബോധ്യമായിട്ട് വന്നത് ഈ ധ്യാനത്തിലൂടെയാണ്. ഈ ധ്യാനത്തിൽ കൂടുതലായിട്ട് എനിക്ക് അനുഭവവേദ്യമായത് ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിച്ചു. ഈശോയുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വളരുവാൻ സാധിച്ചു. അതോടുകൂടി പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും കൂടുതലായിട്ട് അറിയുവാനും വ്യക്തിബന്ധത്തിൽ വളരുവാനായിട്ടും സാധിച്ചു. അതുകൊണ്ട് ദൈവം നമ്മോടുകൂടി ഉണ്ട് എന്നുള്ള ആ ബോധ്യത്തിലേക്ക് ആഴത്തിൽ വളരുവാനായിട്ട് എൻ്റെ കരിസ്മാറ്റിക് ധ്യാനം എന്നെ സഹായിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ.